കഴിഞ്ഞ 1.5 മണിക്കൂർ സമയം കൊണ്ട് ഏതാണ്ട് 70-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണത്. 240 എന്ന കണക്കിലേക്ക് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. ഇനിയും എത്ര പേരെ കണ്ടെത്താനുണ്ട്? അത് ജീവനോടെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മരിച്ചവരത്ര? ഈ കണക്കുകൾ, ഈ ചോദ്യങ്ങൾ വലിയ ആശങ്കപ്പെടുന്ന ചോദ്യമായി മാറുന്നുണ്ടല്ലോ. 240 മരണമാണ്. ആലോചിച്ച് നോക്കൂ. നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രകൃതി 240 എന്നുള്ളത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അതൊരു കേവലം 3 അക്കങ്ങളുള്ള ഒരു വലിയ സംഖ്യ മാത്രമല്ല. 240 മനുഷ്യരാണ്, 240 സ്വപ്നങ്ങളാണ്, 240 പ്രതീക്ഷകളാണ്. 240-ൽ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ 240-ൽ നിൽക്കില്ല. അങ്ങനെ ആവരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും 240 ആവില്ല എന്ന് തന്നെയാണ് ഇന്ന് കണ്ട ആ സൂചനകൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ, ഈ പറഞ്ഞ 1.5 മണിക്കൂറിൽ 70 മൃതദേഹങ്ങൾ എത്തിക്കുന്നതൊക്കെ മുണ്ടക്കൈ കൊണ്ട് മൃതദേഹങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ചാലിയാറിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. 240 മരണമെന്ന് പറയുന്നത് രക്ഷാദൗത്യത്തിൻ്റെ 2ാം ദിവസം. ഇന്നലെ രാവിലെ 6 മണിക്ക് 2 മരണം എന്നതിൽ തുടങ്ങി. ഇന്നതാ വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും 240-ലേക്ക് ആ മരണത്തിന് ഡെത്ത് ടോൾ ഉയരുന്നുവെങ്കിൽ ഇത് വല്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ വരുന്നത് ഉരുൾപൊട്ട സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണം എന്ന് പറയുന്നുണ്ട് ജില്ലാ കളക്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്തു നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് കളക്ടർ പറയുകയാണ്. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കും. ഒരിക്കൽ കൂടി ഈ സ്ഥലങ്ങളൊന്ന് വായിക്കുന്നു. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന. ഇവിടെ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാറി താമസിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ യാതൊരു സങ്കോചവും വിചാരിക്കാതെ ആ സ്ഥലങ്ങളിൽ ഉടനെ മാറി താമസിക്കേണ്ടത് ആവശ്യകതയാണ് നമ്മൾ കാണുന്നു. നമ്മൾക്കിനിയും ഒരു ദുരന്തം താങ്ങാവതല്ല എന്ന് തന്നെയാണ് വിജയകുമാർ ചേരുന്നത്. വിജയകുമാർ, 240 മരണം എന്ന് പറയുന്നത് അത് താങ്ങാൻ കഴിയുന്നതല്ല. അത് അങ്ങേയറ്റത്തെ വേദനയാണ്. മാത്രമല്ല, ഇനിയും 240-ൽ നിൽക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് വസ്തുതയെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വല്ലാത്ത വ്യാപ്തിയാണ്. വിജയകുമാർ, ഇതിനോടകം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഉയരാൻ സാധ്യതയുണ്ട്. അല്പസമയം മുമ്പാണ് നമ്മളുടെ കൺമുന്നിലൂടെ 3ഓ 4ഓ ചേതനയേറ്റ ശരീരം ആ റോപ്പ് വേയിലൂടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്നും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ആശുപത്രിയിലെത്തി അത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് ആ കണക്കിലേക്ക് ഇതൊക്കെ ചേരുന്നത്. പക്ഷേ ഇത് അതിലും കൂടും എന്നതാണ് യഥാർത്ഥത്തിൽ. അതിലും കൂടുമെന്നത് ഈ നമ്മളുടെ മുന്നിലൂടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വൈകുന്നേരം കടന്നുപോയ ചേതനേറ്റ ശരീരങ്ങളുടെ ലിസ്റ്റ് കൂടി ചേരുമ്പോൾ ഉറപ്പായും അത് ഇന്നും കൂടുമെന്ന ആശങ്ക തന്നെയാണ് നമുക്കുള്ളത്. സർക്കാരിൻ്റെ കണക്കിൽ 221 പേരാണ് ഇപ്പോൾ കാണാനില്ല എന്ന ലിസ്റ്റിലുള്ളത്. പക്ഷേ ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആളുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബാക്കിയുള്ളതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് എന്നോട് ഇന്ന് ഒരാൾ പറഞ്ഞത്, ഒരു പ്രദേശവാസി പറഞ്ഞത്, നമ്മളുടെ ഈ ചൂരമല അങ്ങാടിയുടെ ഒരു ഭാഗത്ത് വലിയ ജനവാസ മേഖലയാണ്. നമ്മൾ ഇന്ന് രാവിലെ ആ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു, ചൂരമല വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസിന് താഴെ അതിനടിയിൽ ആളുകളുണ്ട് എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ 3-4 വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അതിൻ്റെ ടോപ്പ് മാത്രം, കോൺക്രീറ്റ് മാത്രമാണ് ഉള്ളത്, കാണാൻ കഴിയുന്നത്. ആ വീടുകളിൽ ഉണ്ടായിരുന്നവരെ പറ്റി ഒരു വിവരവുമില്ല. ഈ അയൽവക്കക്കാരും സുഹൃത്തുക്കളും ഒക്കെ അന്വേഷിച്ചിട്ട് അവരൊരു ക്യാമ്പിലുമില്ല. അതെല്ലാം കൂടി തന്നെ 10-25-ലധികം ആളുകളുണ്ട്. അതുപോലെ ചില വീടുകൾ നിശേഷം അവിടെ ഒന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. ആ വീട്ടിലുണ്ടായിരുന്നവരെ പറ്റി അറിയില്ല. കുറച്ച് മാറി വളരെ ദൂരെ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഈ പുഴയുടെ ആക്രമണം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഒരു കുടുംബം താമസിച്ചത്. അവിടെ 4-5 പേരാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരു മൃതദേഹം കിട്ടി, ബാക്കി 4 പേരെയും കാണുവാനില്ല. അവരെവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കണക്കുകൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ 100-ലധികം ആളുകളുടെ കണക്കുകൾ ആ പ്രദേശവാസി എൻ്റെ മുന്നിൽ പറഞ്ഞു. ഇതൊക്കെ ഈ 221-ൽ ഉൾപ്പെടുമോ എന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്.
അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ റവന്യൂ വകുപ്പിൻ്റെ 221 എന്ന കണക്കിൽ അപ്പുറത്തേക്ക് വിവരങ്ങൾ നൽകാൻ പ്രദേശവാസികൾക്ക് കഴിയുന്നുണ്ട്, ഈ നാട്ടുമ്പുറത്തുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ആ കണക്കൊക്കെ ചേർത്ത് റവന്യൂ വകുപ്പിൻ്റെ കണക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ നമ്മളുടെ തെരച്ചിൽ ആ നിലയ്ക്ക് ഫലം കാണത്തുമില്ല. പരമാവധി ആളുകൾ എവിടെയുണ്ടോ അവരെ കണ്ടെത്തുക, ഏത് വിധേനയും കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഇനിയുള്ള മണിക്കൂറുകളിലെ വളരെ നിർണായകമായ ഒരു നീക്കം. അപ്പോൾ അതിന് പിന്തുണ നൽകാവുന്ന കണക്കുകളാണ് ഇന്ന് നാട്ടുകാർ നൽകുന്നത്. അതുപോലെ ഒരാൾ പറയുകയായിരുന്നു, ഇവിടെ അടുത്ത് ആ സ്കൂളിൻ്റെ അവിടെ വെള്ളാർമല VHSയുടെ അടുത്ത ഒരു സ്കൂളിൽ അവിടെ ഒരു ഫംഗ്ഷൻ, ആ സ്കൂളിൽ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ ആ വീട്ടിലെ അംഗങ്ങൾ കൂടാതെ പുറത്തുനിന്ന് 5-10 പേരുണ്ടായിരുന്നു. അവർ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. അവരെപ്പറ്റി, ആ വീട്ടിലുള്ളവരെ പറ്റിയും വിരുന്ന് വന്ന അല്ലെങ്കിൽ അവർ അതിഥികളായി എത്തിയവരെ പറ്റിയും ഒരു വിവരവുമില്ല. അത്രയും ആളുകൾ എവിടെ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ നാട്ടുകാർ തന്നെ ഈ കാണാതായവരെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്രോഡീകരിച്ച് റവന്യൂ വകുപ്പ് ആ കണക്ക് അപ്ഡേറ്റ് ചെയ്യും വൈകാതെ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അത് ആ കണക്ക് ആ കണക്ക് ഒരു 246 ഉരുൾപൊട്ടലിലെ മരണം മാറുകയാണ്. 246 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വിജയകുമാർ ഒക്കെ പറയുന്ന പോലെ അത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ ഇനിയും ഉയർന്നേക്കുമോ എന്നുള്ളതാണ് ആശങ്ക. ഇന്നിപ്പോൾ ഒരു 178 എന്ന അവസ്ഥയിലൊക്കെ വൈകുന്നേരം നിന്ന ആ കണക്കാണ്, വല്ലാത്ത കണക്കാണ് ഇപ്പോൾ 246 എന്നുള്ള ഒരു വലിയ സംഖ്യയിലേക്ക് ഉയർന്നു വരുന്നത്. മുണ്ടക്കൈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇമ്പാക്റ്റാണ് 246 മരണം ഉയരുന്നതെന്ന് ഉറപ്പായും പറയാം. അതുമാത്രമല്ല, ആ പറഞ്ഞ ചാലിയാറിൽ എങ്ങോട്ട് നോക്കിയാലും എവിടെ തിരിഞ്ഞാലും അവിടെയൊക്കെ മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ കാണുന്ന ഒരു വല്ലാത്ത അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു. വല്ലാത്ത അനുഭവം എന്ന് തന്നെ ഇതിനെ പറയണം. ഇത് ഇനി മേലിൽ നമ്മുടെ കേരളത്തിന് ഉണ്ടാവാതിരിക്കട്ടെ. ഈ വേദന താങ്ങാൻ ആവാത്ത വേദന ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും അത്തരത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പോലും രക്ഷാദൗത്യത്തിൽ ഒരു തരിമ്പ് പോലും ആ പകപ്പ് ബാധിക്കാതിരിക്കാൻ സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ഒരു സമയം, ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദൗത്യം അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഉച്ചകഴിഞ്ഞ് വലിയ യന്ത്രങ്ങൾ എത്തിച്ചാണ് പ്രവൃത്തികൾ നടത്തിയത്. പ്രദേശത്ത് മഴ പെയ്യുന്ന ദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. എസ് ശ്രീകാന്ത് മുണ്ടക്കൈയിൽ തന്നെ തുടരുകയായിരുന്നു. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏതാണ്ട് 200-ലേറെ പേരുടെ ജീവനെടുത്ത വലിയ മഹാദുരന്തത്തിന്റെ നടുക്കം പേറുന്ന മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മുണ്ടക്കൈയിൽ നിൽക്കുമ്പോൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള രക്ഷാദൗത്യ സംഘങ്ങൾ മനുഷ്യജീവന് വേണ്ടി, മൃതദേഹങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ്. നിലവിലിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടേക്ക് JCB അടക്കമുള്ള യന്ത്രങ്ങൾ കയറ്റിവിട്ടു തുടങ്ങിയത്. അവ കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ മാറ്റി, കോൺക്രീറ്റ് പീസുകളൊക്കെ മാറ്റി, അതോടൊപ്പം മണ്ണും കല്ലും ചെളിയും മരവും ഒക്കെ നീക്കം ചെയ്തുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിൽ പറയാനുള്ളത്, മനുഷ്യസാധ്യമായ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം ഈ മേഖലയിൽ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നും ജീവനോടെ രക്ഷിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി ആളുകളെ ഈ പ്രദേശത്തു നിന്നും രക്ഷിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റിയവരെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ അവശേഷിക്കുന്നത് മൃതദേഹങ്ങൾ, ഈ മണ്ണിനടിയിലും അതോടൊപ്പം തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിലും ഒരുപക്ഷെ മൃതദേഹങ്ങൾ മാത്രമായിരിക്കണം. അതാണ് ഇനി വീണ്ടെടുക്കാൻ ഉള്ളത്, ഈ മണ്ണിനടിയിൽ പരിശോധന നടത്താനുള്ളത്. പക്ഷെ അത് എത്രത്തോളം ശ്രമകരമാണ്, മനുഷ്യസാധ്യമായ, മനുഷ്യന് ചെറിയ പണിക്കോപ്പുകൾ കൊണ്ടൊന്നും തന്നെ അത് വീണ്ടെടുക്കാൻ സാധിച്ചേക്കുമോ എന്നറിയില്ല. ഉറ്റവരെ നഷ്ടപ്പെട്ട, ഉടയവരെ നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ ആ ചൂരൽമലയിൽ, ആ തെരുവിൽ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ കാണാതായ ആളുകളെക്കുറിച്ച്, കാണാതായ മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച്, ബന്ധുക്കളെക്കുറിച്ചൊക്കെ തന്നെ വിവരം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ചിതറിക്കിടക്കുന്ന ഫോട്ടോകൾ, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ സാധനങ്ങൾ, ഒരു മനുഷ്യായുസ് കൊണ്ടുണ്ടാക്കിയ വീട് അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുഞ്ചിരിമുട്ടം എന്ന് പറയുന്ന ഒരു മേഖല ഇതിന് മുകളിലുണ്ട്. അവിടെ വീടുകൾ തകർന്നു, ഭാഗികമായി തകർന്നു, പൂർണ്ണമായി തകർന്നു എന്ന വിശേഷണം അവിടെ വേണ്ട. പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്തു പോയി അവിടുത്തെ വീടുകൾ എന്ന് പറയുന്നതായിരിക്കും ശരി. അത്ര കണ്ട് ശക്തമായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ആ സ്ഥലമുള്ളത്. ഇമ്പാക്റ്റ് നേരിട്ടുണ്ടായ സ്ഥലം കൂടിയാണ്. ഏറ്റവും അധികം മരണം നടന്ന സ്ഥലവും അതാണ്. ഇനി നടക്കേണ്ട രക്ഷാദൗത്യം എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ രീതിയിൽ ഇതിനോടകം ജീവനോടെ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. മൃതദേഹങ്ങൾ തിരയലായിരുന്നു ഇന്ന് ചെയ്തത്. പക്ഷേ ഇനി ഈ കോൺക്രീറ്റ് പാളികൾക്കും മണ്ണിനുമടിയിൽ മനുഷ്യൻ സാധാരണ എക്യുപ്മെന്റുകൾ കൊണ്ട് തിരഞ്ഞാൽ എത്രത്തോളം നടക്കും എന്നറിയില്ല. അത് കൂടുതൽ സമയമെടുക്കും, ആഴ്ചകൾ എടുത്തേക്ക്, ഒരുപക്ഷെ മാസം മുഴുവൻ എടുത്തേക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇനി വേണ്ടത് ഹെവി മെഷീനറി ഇവിടേക്ക് കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുമോ, കാണാതായവരെ കുറിച്ച് വിവരം കിട്ടുമോ എന്നുള്ളതിനപ്പുറം
ആളുകൾക്ക് ഒരു ആശ്വാസമാകാൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നോക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതിനുള്ള നീക്കം തുടങ്ങിയതായി അറിയുകയും ചെയ്യുന്നു. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഇവിടെ രക്ഷാദൌത്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല വലിയ ഭീതിജനകമായ സാഹചര്യം ഈ പ്രദേശത്തുണ്ട്. ഒന്ന് രാഹുൽ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയ ആ ദൃശ്യങ്ങളൊന്ന് രാഹുൽ കാണിക്കുകയാണെങ്കിൽ ഈ മലയൊന്നാകെ ഇടിഞ്ഞിറങ്ങി ഉരുളൻ കല്ലുകളൊക്കെയായി വലിയ വീതിയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. എപ്പോൾ വേണമെങ്കിലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ വീണ്ടും ഒരു ഉരുൾപൊട്ടലുള്ള സാധ്യത പോലും തള്ളിക്കളയുന്നില്ല. അതിനാൽ വളരെ റിസ്ക് എടുത്താണ് ഇവിടെ രക്ഷാദൌത്യം രക്ഷാപ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രത്തോളം ഭീകരമായിരുന്നു ഇവിടുത്തെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം എന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായത്. ഒരുപക്ഷെ അതിനെയൊക്കെ തന്നെ കവച്ചു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. മരണസംഖ്യ അനുനിമിഷം ഉയർന്നുകൊണ്ടും ഇരിക്കുകയാണ്. മുണ്ടക്കൈയിൽ എന്തായാലും സജീവമായ ഇടപെടൽ ഉണ്ടായേ തീരൂ. കൂടുതൽ യന്ത്രവസ്തുക്കൾ എത്തിയേ തീരൂ. തിരച്ചിലിന് കൂടുതൽ ആളുകളുടെ പ്രൊഫഷണലായ ആളുകളുടെ സേവനം ഇവിടെ ഉണ്ടായേ തീരൂ. അതിനുള്ള ശ്രമങ്ങൾ നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം S ശ്രീകാന്ത്, 24 മുണ്ടങ്കൈ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആ കണ്ട ദൃശ്യങ്ങൾ അത് പേടിപ്പെടുത്തുന്നതാണ്. യഥാർത്ഥത്തിൽ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖല അവിടെയാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനത്തിനടുത്താണ്. ആ മുണ്ടക്കയെ തൊട്ട് മുകളിലായുള്ള ആ മേഖലയിലാണ് ഉരുൾപൊട്ടി ഇറങ്ങിയത്. വലിയ ചാൽ അതിപ്പോൾ നമുക്ക് കാണാം. എത്രമാത്രം വലിയ കല്ലുകൾ പതിച്ചിട്ടുണ്ട് ആ മേഖലയിലാകെ എന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. ശ്രീകാന്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.